അപ്പൊ ലാലേട്ടൻ അതിന് മുന്നേ ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ പോയ സമയത്ത് രാജൻ സാറുടെ സിനിമ ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ റേഞ്ച് ഓഫ് സിനിമ ഷൂട്ട് നടക്കുന്ന ആ ടൈം അത് കഴിഞ്ഞിട്ടാണ്. അടുത്ത പ്രാവശ്യം അവിടെ കാണുമ്പോൾ എടാ പോലെ നീ വേറെ പടവും ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ലാലേട്ടനോട് റെസ്പെക്ട് വരുന്നത് പിന്നെയും എത്രയോ കൂടും. ബിക്കോസ് ഹി റിമെമ്പേഴ്സ്. മമ്മൂക്കനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് റൂം നമ്പർ 61 ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഫാമിലിയുടെ ഏത് ആൾക്ക് അസുഖമുണ്ടെങ്കിലും ആ AC റൂം മമ്മൂക്കയുടെ ഒരു റിസർവ്ഡ് റൂമായി. അങ്ങനെ ഈ കൃഷ്ണ ഹോസ്പിറ്റലിലെ റൂം നമ്പർ 61ലേക്ക് ഒരു കറുത്ത അംബാസിഡർ വരും, മമ്മൂക്ക വരും. മമ്മൂക്ക അന്ന് ആക്ടിങ് തുടങ്ങിയ കാലം. അപ്പൊ ആക്ടിങ് തുടങ്ങിയ കാലം പറഞ്ഞ നോട്ട് എ ജംപ്, പക്ഷെ മേജർ ആയിട്ടുള്ള ഹിറ്റ്സ് സമയം ആ ഒരു MRT ആണ് രജിസ്ട്രേഷൻ ആ വണ്ടി, ഒരു ബ്ലാക്ക് അംബാസിഡർ. ആ അംബാസിഡർ കാർ വരുന്നതും ഈ റൂമിൽ പോകുന്നതും മമ്മൂക്കനെ കാണും എവിടെയോ അതെല്ലാം ആസ് എ ചൈൽഡ്. അപ്പൊ എക്സ്പോഷർ കിട്ടിയതാണ്. അപ്പൊ അതുകൊണ്ടല്ല ഞാനിപ്പോ മാക്സിമം ട്രൈ ചെയ്യുന്നത് എന്റെ മക്കളെ ഞാൻ കൊണ്ട് കാണിക്കുക, എല്ലാം കൊണ്ട് കാണിക്കുക, ആൾക്കാരെ പരിചയപ്പെടുത്തുക. ലെറ്റ് ദം സീ ദ വേൾഡ്, ലെറ്റ് ദം മീറ്റ് ദ പീപ്പിൾ. എവിടെയോ ഞാൻ കണ്ട ആൾക്കാർ കമ്പ്രാട്ടി കളിക്കുന്നത് കണ്ടത്, ഈശ്വരലക്ഷ്മിയെ കണ്ടത്, അല്ലെങ്കിൽ മമ്മൂക്കനെ കണ്ടത്, മോഹൻലാലിന്റെ കൂടെ ലാലേട്ടന്റെ കൂടെ വർക്ക് ചെയ്തത്, സുരേഷ് ആസ് എ ഫ്രണ്ട്